സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. അതുപോലെ സൈൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനായ കൊസീക്ക് ഇൻവേഴ്സ് വന്നാലും വെറുതെ നമ്മൾ മൈനസ് പുറത്തേക്ക് എടുത്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നേക്കുവാണ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മൈനസ് വെറുതെ പുറത്തേക്ക് എടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2i. ഇനി നമുക്കറിയാം ഏത് വിലയ്ക്കാണ് നമ്മൾ 1/2 സൈൻ 30 സൈൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. അപ്പോൾ സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ കൊസീക്ക് 30 എന്താ മക്കളെ 2 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഈ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്തു. ദെൻ 2 വരുന്ന ഏത് വിലയ്ക്കാണ് സൈൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ സൈൻ 30 1/2 ആണെങ്കിൽ കൊസീക്ക് 30 ആയിരിക്കും 2 വരുന്നത്. അപ്പോൾ നമ്മൾ 30 ഡിഗ്രിയാണ് പ്രിൻസിപ്പൽ വാല്യൂ വരുന്നത്. 30 എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് വരുന്ന റേഡിയൻ മെഷർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു -π/6. ഫോർ എക്സാമ്പിൾ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -√2 ആണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ വെറുതെ മൈനസ് പുറത്തേക്ക് എടുത്തു. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് √2 ആയി. ഇനി √2 ഏത് വിലയ്ക്കാണ് സൈനിന് പഠിച്ചേക്കണം? 45 അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ വാല്യൂസ് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഒറ്റയടിക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇക്വേഷൻസും വാല്യൂസും നമ്മൾ നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് ഏത് പ്രോബ്ലവും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻസ് മാറി വന്നാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല.